ഇന്ത്യ DRDOയും അതേപോലെ തന്നെ L&T ലാർസൻ ആൻഡ് ടൂബ്രോ പ്രൈവറ്റ് കമ്പനിയാണ്. രണ്ടുപേരും കൂടെ ചേർന്ന് ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാക്റ്റ്, അതായത് 25 ടൺ മാത്രം ഭാരമുള്ള ടാങ്ക് ഡെവലപ്പ് ചെയ്തു. മനസ്സിലാക്കണം, ഇന്ത്യൻ സൈന്യത്തിന്, അതായത് ആർമേഡ് ഡിവിഷന് ഏകദേശം 5200 പാറ്റന്റ് ടാങ്കുകളാണ് ഉള്ളത്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ടാങ്കുകൾ ഡെവലപ്പ് ചെയ്യണം. ഇന്ത്യയിലുള്ള ടാങ്കുകൾ, അതായത് MBT, അതായത് T-72 ടാങ്കും പിന്നെ റഷ്യയിൽ നിന്നും വാങ്ങിയ T-90 ടാങ്ക്, ഇത് രണ്ടും പലയിടത്തും ഫലപ്രദമല്ല എന്ന് ആർമേഡ് ഡിവിഷൻ പല റിപ്പോർട്ടുകൾ കഴിഞ്ഞ 20 വർഷം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് കാരണങ്ങളുണ്ട്. ഇപ്പം MBT എന്ന് പറയുന്ന T-72 റഷ്യൻ ടാങ്കാണ്. അത് പഴയതായി. ഇതൊരിക്കലും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി DRDO പല ശ്രമങ്ങളും നടത്തി. അതിനകത്ത് അവസാനം കിട്ടിയ റിസൾട്ട് എല്ലാവരും പറഞ്ഞ് അപ്ഗ്രേഡ് ചെയ്തിട്ട് കാര്യമില്ല, ഇതിൻ്റെ ഒരു സമയം കഴിഞ്ഞു. പിന്നീടാണ് റഷ്യ ഉക്രൈൻ വാർ വന്നു കഴിഞ്ഞപ്പോൾ റഷ്യ ഉപയോഗിച്ച MBT, അതായത് T-72 ഇന്ത്യ ആർമി ഉപയോഗിക്കുന്ന മേജർ ബാറ്റിൽ ടാങ്കും അതാണ് MBT. T-72 ടാങ്ക് കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു. അതേപോലെ T-90 ടാങ്ക് അതും ഫെയിലിയറായി. അത് കാരണം വാറ് വരുമ്പോഴാണല്ലോ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഇത് എത്രമാത്രം പെർഫോം ചെയ്യാൻ പറ്റി, പെർഫോമൻസ് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഉക്രൈൻ റഷ്യ വാറിലാണ് ഗവൺമെൻറ് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ടാണ് 2.5 വർഷം കൊണ്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തിട്ട് L&T ലാർസൻ ആൻഡ് ടൂബ്രോ ആണത് ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഫോറിനിൽ നിന്ന് ടെക്നോളജി വാങ്ങി. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് ഇപ്പോൾ ഇന്ത്യ ഉപയോഗിക്കുന്ന ടാങ്കുകൾ, നമ്മളിപ്പം നിങ്ങൾ അടുത്ത ഇടയ്ക്ക് ഒരു വാർത്തകൾ കണ്ടാണ്, ലഡാക്കിൽ ഒരു ടാങ്ക് പെട്ടെന്ന് വെള്ളം വന്ന് ഒഴുകിപ്പോയി 5ഓളം സൈനികർ വീരം കുത്തി മരിച്ചു. ബേസിക്കലി ഒരു ടാങ്കിൻ്റെ ലൈറ്റ് കോമ്പാക്റ്റ്, അതായത് ലൈറ്റ് വെയിറ്റ് ടാങ്ക് എന്ന് പറയുന്നത് ഈ പല റീജിയണിൽ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും. അപ്പം മൗണ്ടൻ ടെറൈനുണ്ട്, അത് ഇങ്ങനെയുള്ള ഇങ്ങനെ കയറി പോകണം, അല്ലാതെ ഇങ്ങനെ പരന്ന രീതിയിൽ മാത്രം ചെറിയ കുഴികളല്ല. അപ്പോൾ അവിടെയൊക്കെ പോകാൻ നേരത്ത് ഇന്ത്യ ഉപയോഗിക്കുന്ന ഈ ടാങ്കുകൾ, അതായത് T-90 ആണെങ്കിലും T-72 ആണെങ്കിലും ഇന്ത്യ ഡെവലപ്പ് ചെയ്ത അർജുൻ ടാങ്ക് കംപ്ലീറ്റ് ഫെയിലിയർ ആണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ആർമേഡ് ഡിവിഷൻ തന്നെ പറയാം കംപ്ലീറ്റ്. കാരണം വലിയ സംഭവമാണ്. ഏകദേശം 55 ടണ്ണാണ്. T-90 ആണെങ്കിൽ 50 ടണ്ണാണ്. T-72 ആണ്, അത് ഏകദേശം 55-56 ടൺ വരുന്നുണ്ട്. അത് ഭയങ്കര ഭാരം. ലുക്ക് വൈസ് ആണെങ്കിലും വലിയ ഹ്യൂജ് സൈസ്. ഇത് കോമ്പാക്റ്റ് രീതിയിലാണ് ഇന്നത്തെ വാറുമായിട്ട് അതായത് ടെറൈൻ, ഏതൊക്കെ ടെറൈനിൽ ഇത് പോകണം. ഇപ്പം റഷ്യ എന്ന് പറയുന്ന അവിടുത്തെ ടെറൈൻ എന്ന് പറയുന്നത് അവർക്ക് വാർ ചെയ്യേണ്ട ടെറൈൻ എന്ന് പറയുന്നത് വളരെ പ്ലെയിൻ ടെറൈനാണ്, ചെറിയ കുന്നുകളൊക്കെ ഉള്ളൂ. പക്ഷേ ഇന്ത്യയുടെ ടെറൈൻ, ചൈനയാണ് നമ്മളിപ്പോഴും ഏറ്റവും വലിയ എനിമിയായിട്ട് കാണുന്നത്, അല്ലാതെ പാകിസ്ഥാനെ അല്ല. പാകിസ്ഥാൻ നമ്മുടെ മുമ്പിൽ എനിമിയേ അല്ല. പക്ഷേ ചൈന എനിമി. കാരണം ചൈനയുടെ ലേറ്റസ്റ്റ് ടാങ്കാണ്. അവരത് ലഡാക്കിൽ മറ്റുള്ള ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട്, അതവർ പെർഫോം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് പെട്ടെന്ന് മോദി ഗവൺമെൻറ് ടാങ്ക്, അതായത് 25 ടൺ മാത്രം വെയിറ്റ്, അതായത് അത്രമാത്രം ഇതിന് ഭാരം ഉണ്ടാകാൻ പാടുള്ളൂ. ഇതുപോലെ ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ അതിനകത്ത് വേണം. അതേപോലെ റൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫയർ പവർ എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിരിക്കണം. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളും DRDOയ്ക്ക് വലിയ റോളൊന്നും ഞാൻ നോക്കുന്നില്ല. കാരണം DRDO ഇന്ന് വരെ ഡെവലപ്പ് ചെയ്ത സാധനങ്ങളെല്ലാം തല്ലിപ്പൊളി സാധനമാണ്. ഇത് പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് L&T വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ഇൻ ദ വേൾഡ്. അപ്പോൾ അവർ സയൻറ്റിസ്റ്റുകളെയൊക്കെ വെച്ച് DRDOയുടെ സഹകരണത്തോടു കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ. ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത്, അതായത് ജെയിൻസ് ഡിഫൻസ് വീക്കിലി ആണെങ്കിൽ ഗ്ലോബലായിട്ട് ഇത് പറയുന്നത് നല്ല സംഭവമാണെന്നാണ് പറയുന്നത്. ഈ ടാങ്ക്, അത് ഡെവലപ്പ് ചെയ്ത ടാങ്ക്, ഇത് ജർമ്മൻ ടെക്നോളജി കിട്ടി. ഇതിനെപ്പറ്റിയുള്ള പുറത്തൊന്നും കാര്യങ്ങൾ പറയുന്നൊന്നുമില്ല. ഇതിൻ്റെ ഏതൊക്കെ രീതിയിലുള്ള മെനോവറിങ് ഉണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയും, ഒഫൻസീവായിട്ടും ഡിഫെൻസീവിനും രണ്ടിനും ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ പാറ്റൻ്റ്. ഒഫൻസീവിനും ഉപയോഗിക്കും, ഡിഫെൻസീവിനും ഉപയോഗിക്കും.
അതേപോലെ എയർ ഫയർ ഫൈറ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ എയർ വാർഫെയർ, അപ്പോൾ അതിനെ എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡ്രോൺ എന്ന് പറയുന്ന സംഭവം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. മറ്റുള്ള കാര്യം, കാരണം വാറിൻ്റെ ആ സംഭവം മുഴുവനും മാറി. പണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങിയപ്പോഴും T-90 T-70 ഒക്കെ വാങ്ങിയ സമയത്തെ വാർ അഫെയർ അല്ല ഇപ്പോഴത്തെ, കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറി. അപ്പോൾ പുതിയ വാറിൻ്റെ അതിൻ്റെ വാർഫെയർ നോക്കുവാണെങ്കിൽ എയർ വാർഫെയറുമായിട്ടും ഗ്രൗണ്ട് വാർഫെയറുമായിട്ടും നോക്കുക. അപ്പോൾ അതിനനുയോജ്യമായ രീതിയിലായിരിക്കണം ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ കയ്യിൽ T-72 ടാങ്ക് ഏകദേശം 2700 ടാങ്ക് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് T-90, അത് ഭീഷ്മ എന്ന് പറയുന്ന അവരുടെ ടാങ്കാണ്, റഷ്യയിൽ നിന്ന് മേടിച്ച ടാങ്കാണ്. അത് ഏകദേശം 2000-ലധികം ഉണ്ട്. പിന്നെ അർജുൻ എന്ന് പറഞ്ഞ ടാങ്ക് 149 ടാങ്കുകൾ. കൂടുതലായിട്ട് അത് മാനുഫാക്ചർ ചെയ്യാൻ പോകാത്തതിൻ്റെ കാരണം ആർമേഡ് ഡിവിഷൻ ടാങ്ക് ഉപയോഗിക്കുന്ന അവർ തന്നെ പറഞ്ഞു ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ സൈസും വെയ്റ്റും എഫിഷ്യൻസിയും എല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് മാനുഫാക്ചർ ചെയ്യാതെ അതിൻ്റെ പേരിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സരോവർ. അതായത് ആ പേരിട്ടിരിക്കുന്ന പ്രോജക്റ്റിന് അതാണ്, ഈ ടാങ്കിനും അതാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സരോവർ എന്ന് പറയുന്ന ആളിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ലഡാക്ക് അതേപോലെ ആ റീജിയനിൽ, ചൈന റീജിയനിൽ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തു പോയത് ഡോഗ്ര റെജിമെൻറ്റിൻ്റെ ജനറലായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ടാങ്കിൻ്റെ പ്രോജക്റ്റ്. ഇത് ട്രയൽസിന് പോവുകയാണ്. അതായത് പലയിടത്തും മൗണ്ടൻ ഭാഗത്തും മറ്റ് പല ഭാഗത്തുമായിട്ട് ട്രയൽസിന് പോയിട്ട് അത് ആർമേഡ് ഡിവിഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1700ഓളം ടാങ്കുകൾ നമ്മൾ 2030 മാനുഫാക്ചർ ചെയ്ത് ഇവർക്ക് കൊടുക്കുക. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയുടെ സാധനമാണ് എന്നാണ് DRDO പറയുന്നത്. ഇതിൻ്റെ പ്രോജക്റ്റിന് 56,000 കോടി രൂപയാണ് നമ്മൾ മുടക്കുവാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നേരത്തെ റഷ്യയിൽ നിന്ന് ടാങ്ക് മേടിച്ചപ്പം ഏകദേശം 70,000 കോടി രൂപ കൊടുത്തിട്ടാണ് T-90 എന്ന് പറയുന്ന ടാങ്ക് വാങ്ങുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആളുകൾക്ക് ജോലി. കാരണം നമ്മൾ ഈ ടാങ്ക് എന്ന് പറയുന്നത് ഒരു സൈന്യത്തിന് ഏറ്റവും ആവശ്യമുള്ള സംഭവമാണ്. അതായത് 12 ലക്ഷമാണ് ഏകദേശം ഇന്ത്യൻ ആംഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ആർമി ഡിഫൻസും എല്ലാം ചേർന്ന്. അപ്പോൾ ഇതിനകത്ത് ഈ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് വളരെ ആവശ്യം. ഇനി നമ്മൾ പഴയ ചരിത്രത്തിലോട്ട് പോകാം. ഏകദേശം 25 വർഷമായിട്ട് ലൈറ്റ് വെയ്റ്റ്, അതായത് 25 ടണ്ണിനകത്ത് ഭാരമുള്ള ടാങ്കുകൾ ഉണ്ടാക്കണമെന്ന് ഇന്ത്യൻ ഡിഫൻസ് കണ്ടിന്യൂ ആയിട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോഴാണ് സാധിച്ചത്. ഏതായാലും ആ ചൈനയുടെ ഇഷ്യൂ ആണെങ്കിലും പ്രധാനമന്ത്രി മോദിയാണ് അതിന് താല്പര്യമെടുത്ത് ഇങ്ങനൊരു പ്രോജക്റ്റ് കൊണ്ട് സക്സസ്ഫുള്ളായിട്ട് അത് ട്രയലിന് പോകുന്നു. ഏകദേശം 1-2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ മാനുഫാക്ചർ സ്റ്റാർട്ട് ചെയ്യും. അതായത് പ്രൈവറ്റ് L&T ആണ് അത് മാനുഫാക്ചർ. അതും വളരെ റെസ്പോൺസിബിളായിട്ടാണ് അവർ ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടേതായിട്ട് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത ഒരു നല്ല ടാങ്ക്, അത് ഗ്ലോബലി നമുക്കത് ഷോക്കേസിനും ഉദാഹരണം നമുക്ക് കാണിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ടാങ്കുകൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് മറ്റുള്ള രാജ്യങ്ങൾക്കും വിൽക്കുവാൻ സാധിക്കും. അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്.